പൃഥു മഹാരാജാവ് തുടരുകയാണ്. ഭഗവാന്റെ പെരുവിരലിൽ നിന്നുദ്ഭവിച്ച് സ്വർലോകത്തിലും പിന്നീട് ഭൂമിയിലും കൂടി ഒഴുകി വരുന്ന ഗംഗാനദിയിലെ ജലം സ്നാനാദി കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആളുകളുടെ സകല പാപങ്ങളും എപ്രകാരം ഉത്തരക്ഷണത്തിൽ നശിക്കുന്നുവോ അപ്രകാരം തന്നെ ഭഗവത് പ്രീതിക്കായി അനുദിനം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ മൂലം ഭക്തന് അവിടുത്തെ പാദാരവിന്ദങ്ങളെ സേവിക്കുവാനുള്ള ഉത്സാഹവും ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ജന്മജന്മാന്തരങ്ങളായി അന്ധക്കരണത്തെ ഭരിച്ചു പോന്ന വിഷയവാസനകളും അവയുടെ ഫലമായി ചെയ്തു പോന്ന കർമ്മങ്ങളും കാരണം നിത്യദുഃഖത്തിന് നിദാനമായി ഭവിച്ച സംസാരബന്ധം നിരന്തരമായ ഈശ്വരാരാധന മൂലം കാലവിളംബമെന്നേ നശിച്ചുകൊള്ളും. പൃഥു മഹാരാജാവ് തുടർന്ന് തൻ്റെ സദസ്യരോട് പറയുകയാണ്. ആ സദസ്സിൽ മഹാഋഷിവര്യന്മാരും മഹാമുനികളും ഒക്കെ അടങ്ങിയതാണ് ആ സദസ്സ്. ആ സദസ്സിനോടാണ് അദ്ദേഹം പറയുന്നത്. തൻ്റെ അനുഭവത്തെ അദ്ദേഹം അവരുമായിട്ട് പങ്കുവെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവരിലൂടെ അവരോട് പറയുന്നതിലൂടെ അത് നമ്മൾ ഓരോരുത്തരോടും കൂടി പറയുകയാണ്. ഒരു പക്ഷേ പൂർവ പുനർജന്മങ്ങളിൽ വിശ്വാസമുള്ളവർക്ക് ഒരു പക്ഷേ ഇങ്ങനെയും ധരിക്കാം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഒരു പക്ഷേ പൃഥു മഹാരാജാവിൻ്റെ ആ മഹാസദസ്സിൽ ഏതെങ്കിലും ഒരു കോണിൽ ഉണ്ടായിരുന്നിരിക്കാം. നമ്മൾ മനുഷ്യരായി തന്നെ അവിടെ ഉണ്ടായിരുന്നു കൊള്ളണം എന്നില്ല. അവിടെ ഒരു ഈച്ചയോ പൂച്ചയോ എലിയോ പക്ഷിയോ പഴുതാരയോ പല്ലിയോ ഒക്കെ ആയിട്ടുണ്ടായാലും മതി. നമ്മളും ഒരു പക്ഷേ പൃഥു മഹാരാജാവിൻ്റെ ഈ വാണി നേരിട്ട് കേട്ടിട്ടുണ്ടാകാം. പൂർവ പുനർജന്മങ്ങളിൽ വിശ്വാസമുള്ളവർക്ക് അങ്ങനെയും ധരിക്കാം. അപ്പോൾ അന്ന് നമ്മളോട് പറഞ്ഞത് ഒരു പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല എങ്കിൽ ഇതാ വീണ്ടും ഒരവസരം അത് പൂർണ്ണമായി മനസ്സിലാക്കാൻ അദ്ദേഹം പറയുകയാണ്. ഭഗവാന്റെ പെരുവിരലിൽ നിന്നുദ്ഭവിച്ച് മഹാബലിയോട് 3 അടി മണ്ണ് ചോദിച്ചു. ആ 3 അടിയിൽ 2ാമത്തെ അടി കൊണ്ട് മുഴുവൻ ലോകവും അദ്ദേഹം അളന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കാലുകൾ പൊക്കി. ഇപ്പം ബ്രഹ്മാണ്ടത്തിൻ്റെ ആ ഔട്ടർ കവറിങ്, അത് ബ്രഹ്മാണ്ടത്തിൻ്റെ ഔട്ടർ അണ്ടമാണല്ലോ ഇത്, അതിൻ്റെ ഔട്ടർ കവറിങ്, അതിൻ്റെ തോട് ഒന്ന് പൊട്ടുകയും കാരണജലം, ഇത് മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന കാരണജലം ആ പൊട്ടലിലൂടെ അകത്തേക്ക് പതിക്കുകയും ചെയ്തു. അതാണ് പെരുവിരൽ. അത് ഭഗവാന്റെ പെരുവിരലിൽ നിന്നാണ് അതിൻ്റെ ഉദ്ഭവം. ഭഗവാന്റെ പെരുവിരലിൽ നിന്ന് ഉദ്ഭവിച്ച് സ്വർലോകത്തിലും പിന്നീട് ഭൂമിയിലും കൂടി ഒഴുകി വരുന്ന ഗംഗാനദിയിലെ ജലം, ഗംഗയുടെ പവിത്രത എന്താണ്? ഒന്ന്, അത് കാരണജലമാണ്. 2, അത് ഭഗവത് പാദപത്മങ്ങളെ തഴുകി വരുന്നതാണ്. ഗംഗ പവിത്രയാവുന്നത്, ഏതു ജലവും പവിത്രമാകുന്നത് ഭഗവാന്റെ പാദാരവിന്ദ സ്പർശമുണ്ടാകുമ്പോഴാണ്. അപ്പോൾ സ്വർലോകത്തിലും പിന്നീട് ഭൂമിയിലും കൂടി ഒഴുകി വരുന്ന ഗംഗാനദിയിലെ ജലം സ്നാനാദി കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആളുകളുടെ സകല പാപങ്ങളും എപ്രകാരം ഉത്തരക്ഷണത്തിൽ നശിപ്പിക്കുന്നുവോ, ഉത്തരക്ഷണത്തിലാണ് ഈ ഭഗവാന്റെ പാദപത്മങ്ങളിൽ നിന്ന് പാദപത്മങ്ങളെ തഴുകി വരുന്ന ജലം സ്നാനാദി കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ, കുളിക്കാൻ മാത്രമല്ല കുടിക്കാനും ഒക്കെ ഉപയോഗിക്കും. തീർത്ഥം, ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ തഴുകി വരുന്ന ജലം ഗംഗാജലമാണ്. ആ ഗംഗാജലമാണ് നമുക്ക് തീർത്ഥമായി കിട്ടുന്നത്. ആ തീർത്ഥ സേവ കൊണ്ട് ക്ഷണത്തിൽ നശിക്കും. ഗംഗാജലലവ കണികാപീത ഭജഗോവിന്ദത്തിലെ ശങ്കര ഭഗവത് പാദര് ഒരു തുള്ളി കഴിച്ചാൽ മതി. എങ്കിൽ എന്ത് സംഭവിക്കും? സകല പാപങ്ങളും സ്നാനാദി കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആളുകളുടെ സകല പാപങ്ങളും എപ്രകാരം ഉത്തരക്ഷണത്തിൽ നശിപ്പിക്കുന്നുവോ, ഇമ്മീഡിയറ്റ് ആണ്. സദ്യ ഫല പ്രസാദിനി, ഇമ്മീഡിയറ്റ് ആണ്, പിന്നീടല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് സാധിക്കും.
അപ്രകാരം തന്നെ അതുപോലെ തന്നെ ഗംഗാജലം എപ്രകാരമാണോ സേവിക്കുന്ന മാത്രയിൽ സേവിക്കുന്നവരുടെ സകല പാപങ്ങളെയും നശിപ്പിക്കുന്നത്, അപ്രകാരം തന്നെ ഭഗവത് പ്രീതിക്കായി അനുദിനം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ മൂലം ഭക്തന് അവിടുത്തെ പാതാരവിന്ദങ്ങളെ സേവിക്കുവാനുള്ള ഉത്സാഹവും ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അവയർനെസ്സോടുകൂടി നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മളിൽ ഓരോരുത്തരിലും മറഞ്ഞു കിടക്കുന്ന ആ ആനന്ദം പതുക്കെ 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 നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അവയർനെസ്സോടുകൂടി എന്ത് ചെയ്യുമ്പോഴും ആ അവയർനെസ്സിനോടൊപ്പം തന്നെ ആനന്ദവും അനുഭവിക്കാൻ സാധിക്കും. അപ്പം അവയർനെസ്സോടുകൂടി ചെയ്യുവാനുള്ള താല്പര്യം വർദ്ധിക്കും. അതാണ് ഈശ്വര പാതാരവിന്ദങ്ങളെ സേവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാതാരവിന്ദങ്ങളെ പൂർവാധികം ശക്തിയോടുകൂടി സേവിക്കുവാനുള്ള താല്പര്യം ജനിക്കും എന്ന് പറയുവാനുള്ള കാരണം. അപ്പം ഭഗവത് പ്രീതിക്കായി അനുദിനം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ മൂലം, അനുദിനം അനുഷ്ഠിക്കുന്ന നമ്മൾ എന്നും ചെയ്യുന്ന പ്രവർത്തികൾ അത് അവയർനെസ്സോടുകൂടി ചെയ്താൽ അത് ഭഗവതാരാധനയായി മാറും. എന്നും എന്ത് പ്രവൃത്തി ചെയ്യുന്നുവോ അത് അവയർനെസ്സോടുകൂടി ചെയ്യുക, അത് ഈശ്വരാരാധനയായി മാറും. ഈശ്വരാരാധനയ്ക്ക് പ്രത്യേക സമയമൊന്നും കണ്ടെത്തേണ്ടതായിട്ടില്ല. അപ്പൊ ഈ അവയർനെസ്സോടുകൂടി ഓരോ പ്രവൃത്തിയും ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട് ചെയ്യാതിരിക്കുക. നമ്മൾ പലപ്പോഴും പലതും ചെയ്യുന്നത് അവയർനെസ് ഇല്ലാതെയാണ്. പലത് വെച്ചുകൊണ്ടിരിക്കുമ്പം ബാങ്കിൽ പോകുന്ന കാര്യം ആലോചിക്കും, ബാങ്കിൽ പോയി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഉച്ചക്കാലത്തെ ഊണിൻ്റെ കാര്യം ആലോചിക്കും, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഊണിന് ശേഷം കാണാനുള്ളവരോട് പറയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കും, ഉച്ചയ്ക്ക് ഊണിന് ശേഷം കാണുന്നവരോട് കാര്യങ്ങൾ പറയുമ്പോൾ വൈകുന്നേരത്തെ ചായക്ക് എന്തായിരിക്കും കടി എന്ന് ആലോചിക്കും. അങ്ങനെ നമ്മൾ ഒരിക്കലും ആ സന്ദർഭത്തിൽ സാന്നിധ്യമുള്ളവരല്ല. ഭൂത ഭാവികളിലൂടെ സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. ഒന്നുകിൽ നമ്മൾ ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും. പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ ചെയ്യരുതതും ചെയ്യരുതാത്തതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ എപ്പോഴും ഭൂതഭാവികളിലാണ് നമ്മുടെ മനസ്സ്. നമ്മളുടെ മനസ്സ് ഒരിക്കലും ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ അവയർനെസ്സോടുകൂടി എന്ന് പറഞ്ഞാൽ മനസ്സ് എപ്പോഴും ഇവിടെ ഉണ്ടായിട്ട്, അതാണ് അവയർനെസ്സോടുകൂടി. അപ്പോൾ ആ അവയർനെസ്സോടുകൂടി ഇരിക്കുന്ന സമയത്ത് എന്നും ചെയ്യുന്ന നിസ്സാരങ്ങളായിട്ടുള്ള പ്രവർത്തികൾ പോലും ഈശ്വര ആരാധനയായി മാറും. ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത് ഈശ്വരാരാധനയായി മാറും. അപ്പോൾ ആളുകളുടെ അപ്രകാരം തന്നെ ഭഗവത് പ്രീതിക്കായി അനുദിനം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ മൂലം, അങ്ങനെ അനുദിനം ഭഗവത് പ്രീതിക്കായി, ഭഗവാൻ നമ്മുടെ ഉള്ളിലാണ്, അന്തര്യാമി സ്വരൂപേണ ബോധസ്വരൂപനായിരിക്കുകയാണ്. ആ ഭഗവാന് നമ്മൾ നിത്യകർമ്മങ്ങൾ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളില് ഇന്നേറ്റ് ആയിട്ടുള്ള ബ്ലിസ്, നമ്മളിൽ ഓരോരുത്തരിലും സ്വാഭാവികമായി സഹജമായി ആനന്ദമുണ്ട്. നമ്മൾ ചിദാനന്ദ സ്വരൂപികളാണ്. ആ ആനന്ദം പതുക്കെ 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 സ്ഫുരിക്കാൻ തുടങ്ങും. അത് പതുക്കെ 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 സ്ഫുരിക്കാൻ തുടങ്ങുമ്പോൾ അവയർനെസ്സോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാനുള്ള താല്പര്യം കൂടി വരും. അപ്പോൾ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ മൂലം ഭക്തന് അവിടുത്തെ പാതാരവിന്ദങ്ങളെ സേവിക്കുവാനുള്ള ഉത്സാഹവും ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ജീവിതത്തിൻ്റെ മറ്റു വ്യാപാരങ്ങളിൽ നിന്ന് വിരമിച്ച് ഈശ്വര ആരാധന എന്ന ഏക വ്യാപാരത്തിലേക്ക് എത്തിച്ചേരുവാനല്ല ഇത് ആഹ്വാനം ചെയ്യുന്നത്. അങ്ങനെ ഭാഗവതം കേൾക്കുന്നവരെല്ലാം മറ്റെല്ലാ പ്രവൃത്തികളും വെടിഞ്ഞ് ഈശ്വര ആരാധനയിൽ മാത്രം മുഴുകിയാൽ ഈ ലോകത്തിന്റെ ഗതി എന്താകും? അപ്പൊ അങ്ങനെയല്ല ഇവിടെ അഡ്വക്കേറ്റ് ചെയ്യുന്നത്. ഓരോരുത്തരും എന്താണോ ചെയ്യുന്നത് അത് അവയർനെസ്സോടുകൂടി ചെയ്യുക, അത് ഈശ്വര ആരാധനയായി മാറും. ജന്മജന്മാന്തരങ്ങളായി അന്ധഃകരണത്തെ ഭരിച്ചു പോന്ന വിഷയവാസനകളും അവയുടെ ഫലമായി ചെയ്തു പോന്ന കർമ്മങ്ങളും കാരണം നിത്യദുഃഖത്തിന് നിദാനമായി ഭവിച്ച സംസാരബന്ധം നിരന്തരമായ ഈശ്വരാരാധന മൂലം കാലവിളംബം എന്നിയെ നശിച്ചുകൊള്ളും. ജന്മജന്മാന്തരങ്ങളായി അന്ധഃകരണത്തെ ഭരിച്ചു പോന്ന വിഷയവാസനകളും
നമ്മുടെ അന്ധക്കരണത്തെ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഈ അന്ധക്കരണങ്ങളെ ഭരിക്കുന്നത് വിഷയവാസനകളാണ്, രാഗദ്വേഷങ്ങളാണ് നമ്മളുടെ അന്ധക്കരണങ്ങളെ ഭരിക്കുന്നത്. ഈ അന്ധക്കരണങ്ങളെ രാഗദ്വേഷങ്ങൾ ഭരിക്കാൻ കാരണം രാഗദ്വേഷങ്ങളെ കുറിച്ചിട്ടുള്ള അവബോധം നമുക്കില്ലാത്തത് കൊണ്ടാണ്. നമ്മളുടെ മനസ്സ് രാഗദ്വേഷങ്ങൾക്ക് വിധേയമാകുന്ന നിമിഷത്തെ കുറിച്ചിട്ടുള്ള ധാരണ നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അവയ്ക്ക് വശംവദരായി കാര്യങ്ങൾ ചെയ്യുന്നത്. അവയർനെസ്സോടുകൂടി ജീവിക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ മനസ്സിന്റെ നേരിയ ചലനത്തെ പോലെ ക്രമേണ, പെട്ടെന്നൊന്നും സാധിക്കില്ല, കുറച്ച് കാലം കൊണ്ട്, ചിലപ്പം ഏതാനും വർഷങ്ങൾ എടുക്കും, വർഷങ്ങൾ കൊണ്ട്, ഏതാനും കാലം കൊണ്ട് നമ്മുടെ മനസ്സിന്റെ ചെറിയ 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 നീക്കങ്ങളെ പോലും, ചിന്തകളുടെ ചെറിയ ചെറിയ ചലനത്തെ പോലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ മനസ്സ് എപ്പോഴാണ് രാഗഗ്രസ്തമാകാൻ പോകുന്നത്, എപ്പോഴാണ് ദ്വേഷഗ്രസ്തമാകാൻ പോകുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് വിരമിക്കാൻ സാധിക്കും. അങ്ങനെ വിരമിക്കുമ്പോൾ രാഗദ്വേഷങ്ങളുടെ പിടിയിൽ നിന്ന് നമ്മൾ മുക്തരായി തീരും. അപ്പൊ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഈ വിഷയവാസനകൾ എന്ന് പറഞ്ഞാൽ ചെറുതിനോട് അല്പമായതിനോടുള്ള ആസക്തിയും അനാസക്തിയും, ആസക്തിയില്ലായ്മയും ഒക്കെ ഒന്ന് തന്നെയാണ് ഇവിടെ. രാഗദ്വേഷങ്ങളാണ് അവയുടെ ഫലമായി. അങ്ങനെ രാഗദ്വേഷങ്ങൾക്ക് രാഗം, ദ്വേഷം, അഹങ്കാരം, അഭിമാനം ഇതിനൊക്കെ വിധേയരായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയ എന്ത് സംഭവം? അജ്ഞാനം, രാഗം, ദ്വേഷം, അഭിമാനം, ആസക്തി ഇതിനൊക്കെ വിധേയരായിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? അവയുടെ ഫലമായി ചെയ്തു പോന്ന കർമ്മങ്ങളും കാരണം, അവയുടെ ഫലമായിട്ട് ചെയ്തു പോന്ന കർമ്മങ്ങൾ, ഈ കർമ്മങ്ങൾ ഒരിക്കലും അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നില്ല. ഈ അവയർനെസ്സോടുകൂടി അല്ലാതെ ചെയ്യുന്ന പ്രവർത്തികളൊന്നും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താറില്ല. ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മൾ ഒരു ചിന്തയിലാണ് തുടങ്ങുന്നത്. ഒരു ചിന്തയിൽ തുടങ്ങിയ ആ ചിന്ത പൂർത്തീകരിക്കുന്നതിന് മുമ്പ് മറ്റൊരു ചിന്തയിലേക്ക് കടക്കും. ആ ചിന്ത പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഇനിയൊരു ചിന്തകളിലേക്ക് കടക്കും. അങ്ങനെ പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്ന ചിന്തകളെല്ലാം അവശിഷ്ടങ്ങളായി നമ്മളുടെ മനസ്സിൽ കർമ്മഫലങ്ങളായിട്ട് കിടക്കും, ഇംപ്രിന്റുകളായിട്ട് കിടക്കും. ഈ പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്ന ചിന്തകൾക്ക് പൂർത്തീകരിക്കപ്പെടാനുള്ള താല്പര്യമുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അവയെപ്പറ്റി വീണ്ടും നമ്മൾ ചിന്തിക്കും. ആ ചിന്തയെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിയുന്നതിന് മുമ്പ് നമ്മൾ അടുത്ത ചിന്തയിലേക്ക് കടക്കും. അങ്ങനെ അടുത്ത ചിന്തയിലേക്ക് കടക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിന്തകളിലേക്ക് കടന്ന് പലതരത്തിലുള്ള ചിന്തകളുടെ ഇംപ്രഷൻസ്, അവശിഷ്ടങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർമ്മകളായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പൊ അവ എന്ത് ചെയ്യും? അവ നിത്യദുഃഖത്തിന് കാരണമായി ഭവിക്കും. ആ പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്ന ചിന്തകൾ, പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്ന ആഗ്രഹങ്ങൾ, ചിന്തകളാണല്ലോ ആഗ്രഹങ്ങൾ. ആ പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്ന ചിന്തകള്, ആഗ്രഹങ്ങള്, അവ ദുഃഖത്തെ പ്രദാനം ചെയ്യും, കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പൊ നമ്മളെ കൺഫ്യൂസ് ചെയ്യും. എന്താ വേണ്ടത്, എന്താ വേണ്ടാത്തതെന്ന് തിരിച്ചറിയില്ല. എന്ത് ചെയ്താലും അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. പൂർത്തീകരിക്കുന്നതിന് മുമ്പ് വേറൊന്നിലേക്ക് പോകുന്നു. നമ്മൾ നമ്മുടെ മക്കള് പഠിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയും, അവർ ഡിസ്ട്രാക്റ്റഡ് ആണോ? അത് പറയാൻ നമുക്ക് എന്ത് അധികാരമാ ഉള്ളത് എന്നാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്. നമ്മൾ അൺഡിസ്ട്രാക്റ്റഡ് ആണോ? അവരെ പോലെയോ അവരെക്കാളുമോ ഡിസ്ട്രാക്റ്റഡ് ആണ് ഞാനും നിങ്ങളും. എനിക്കും നിങ്ങൾക്കും എങ്ങനെയാ മക്കളുടെ ഡിസ്ട്രാക്ഷനെ പറ്റിയിട്ട് പറയാൻ സാധിക്കുക? ഈ ഡിസ്ട്രാക്ഷൻ, ഒന്നും പൂർത്തീകരിക്കാൻ പറ്റായ്മ, അത് അവശേഷിപ്പിക്കുന്നത്, അതാണ് ദുഃഖം. പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്ന ചിന്തകൾ, ആഗ്രഹങ്ങൾ, അവ ദുഃഖങ്ങൾ ഉണ്ടാക്കും, കൺഫ്യൂഷൻ ഉണ്ടാക്കും, വേദനയുണ്ടാക്കും, അസ്വസ്ഥതയുണ്ടാക്കും. എന്തൊക്കെ ഉണ്ടാക്കുമെന്ന് നമുക്ക് അനുഭവം കൊണ്ട് അറിയാവുന്നതാണ്. അപ്പോൾ നിത്യദുഃഖത്തിന് നിദാനമായി അപ്പം ആ നിത്യദുഃഖത്തിന് നിദാനമായി ഭവിക്കുന്നത് സംസാര ബന്ധനമാണ്. നിത്യദുഃഖത്തിന് നിദാനമായി ഭവിച്ച സംസാരബന്ധം, ഈ അവശേഷിക്കുന്നതാണ് ഈ സംസാരബന്ധം. അത് നിത്യദുഃഖത്തിന് കാരണമായി ഭവിക്കും. ഈ മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്നവയുമായിട്ടുള്ള ബന്ധം അത് പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുകയാണ്.
ആ പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്നത് ദുഃഖത്തിന് കാരണമായി തീരും. അതാണ് ഇവിടെ പറഞ്ഞത്. ഈശ്വര ചെയ്തു പോന്ന കർമ്മങ്ങളും കാരണം നിത്യദുഃഖത്തിന് നിദാനമായി ഭവിച്ച സംസാരബന്ധം മനസ്സിന്റെ ചിന്തകളിലാണ് കിടക്കുന്നത്. ആ ബന്ധം നിരന്തരമായ ഈശ്വരാരാധന മൂലം കാലവിളംബമെന്നേ നശിച്ചുകൊള്ളും. നിരന്തരമായ ഈശ്വര ആരാധന മൂലം എന്ന് പറഞ്ഞാൽ ഒരു മുറിക്കകത്ത് കയറിയിട്ട് ഫുൾ ടൈം ഈശ്വരന്റെ പാദപത്മങ്ങളിൽ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന പുഷ്പങ്ങൾ അർച്ചിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ എപ്പോഴും ഇരുന്ന് നാമം ജപിക്കുക എന്നുള്ളതല്ല. ഏത് പ്രവൃത്തി ചെയ്താലും ബോധത്തോടുകൂടി, അവയർനെസ്സോടുകൂടി, സാന്നിധ്യത്തോടുകൂടി ചെയ്യുക. അപ്പം എന്ത് പറ്റും? ക്രമേണ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാറാലകളും അഴുക്കുകളും എല്ലാം ഈ ശ്രദ്ധയാകുന്ന അതിതീക്ഷണമായ ജ്വാലയിൽ ഇല്ലാതാവും. അഗ്നിക്ക് ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്. അപ്പം അവയർനെസ് എന്ന് പറയുന്നത് അഗ്നി സദൃശമാണ്. അത് മനോമാലിന്യങ്ങളെ ശുദ്ധീകരിക്കും. അങ്ങനെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിരന്തരമായ ഈശ്വരാരാധന മൂലം കാലവിളംബമെന്നിയെ നശിച്ചു കൊല്ലും. താമസമൊന്നും ഉണ്ടാവില്ല. അവയർനെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ താമസമൊന്നും ഉണ്ടാവില്ല. പെട്ടെന്നാണ്, ഒരൽപ്പം ചെയ്താൽ മതി. അത് അമൃത സദൃശ്യമാണ്. അപ്പൊ ഒരു പ്രവൃത്തി നമ്മൾ അവയർനെസ്സോടുകൂടി ചെയ്ത് കഴിയുമ്പോൾ, അവയർനെസ്സോടുകൂടി ഏത് പ്രവൃത്തി ചെയ്താലും അത് അവയർനെസ്സോടുകൂടിയാണ് ചെയ്യുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? നമ്മളവിടെ പ്രസന്റ് ആയിരിക്കും, നമ്മൾ അവിടെ ഉണ്ടാകും. ചിന്തകളുടെ പല്ലക്കിലേറി ഭൂതഭാവികളിലേക്ക് ചാഞ്ചാടുകയില്ല. നമ്മൾ അവിടെ സന്നിഹിതരായിരിക്കും. ആ കർമ്മം പൂർത്തീകരിക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ ആ ചിന്ത പൂർത്തീകരിക്കുവാൻ സാധിക്കും. പൂർത്തീകരിക്കപ്പെട്ട കർമ്മം, ചിന്തകൾ, അത് സന്തോഷത്തെ ഉണ്ടാക്കും. അപ്പൊ ചെറിയൊരു സന്തോഷം ഉണ്ടാവും. അപ്പൊ നമ്മൾ വീണ്ടും ശ്രദ്ധയോടുകൂടി ചെയ്യും. അങ്ങനെ ശ്രദ്ധയോടുകൂടി ചെയ്യുമ്പോൾ നമ്മുടെ യഥാർത്ഥ സ്വരൂപമായിട്ടുള്ള ആനന്ദം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. അപ്പൊ ബാക്കിയുള്ളതൊക്കെ, ഇതിനു മുമ്പ് എന്തൊക്കെ ചെയ്തു, ഇതിനു മുമ്പ് എന്തൊക്കെ ചെയ്തില്ല എന്നുള്ളതൊന്നും വിഷയമല്ല. ശ്രീഹരിയുടെ നാമം ഒന്ന് ജപിച്ചാൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പാപജാലങ്ങളെല്ലാം ഇല്ലാതെയാകും എന്നാ പറയണത്. ഹരി എന്ന പദത്തെ സ്മരിച്ചാൽ ആ സ്മരണ മാത്ര കൊണ്ട് ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത പാപങ്ങൾ ഇല്ലാതെയാകുന്നതാണ്. അവയർനെസ് കൊണ്ട് അടിഞ്ഞുകൂടിയിരിക്കുന്ന സകല മാലിന്യങ്ങളും ഇല്ലാതെയാക്കും. അവയുടെ ഫലമായി ചെയ്തു പോന്ന കർമ്മങ്ങളും ആ ഭാഗം കർമ്മങ്ങൾ അപ്രകാരം തന്നെ, എപ്രകാരമാണോ ഗംഗാജലം പാനം ചെയ്താൽ ക്ഷണനേരം കൊണ്ട് പാപങ്ങളെല്ലാം ഇല്ലാതെയാകുന്നത്, അപ്രകാരം തന്നെ ഭഗവത് പ്രീതിക്കായി അനുദിനം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ മൂലം ഭക്തന് അവിടുത്തെ പാതാരവിന്ദങ്ങളെ സേവിക്കുവാനുള്ള ഉത്സാഹവും ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ജന്മജന്മാന്തരങ്ങളായി അന്ധഃകരണത്തെ ഭരിച്ചു പോന്ന വിഷയവാസനകളും അവയുടെ ഫലമായി ചെയ്തു പോന്ന കർമ്മങ്ങളും കാരണം നിത്യദുഃഖത്തിന് നിദാനമായി ഭവിച്ച സംസാരബന്ധം, അതാണ് ഈ നിത്യദുഃഖത്തിന് കാരണമായിട്ടുള്ളത്. സംസാരബന്ധം എന്ന് പറഞ്ഞാൽ രാഗദ്വേഷാധിഷ്ഠിതമായിട്ടുള്ള ബന്ധം. അത് നിത്യദുഃഖത്തിന് കാരണമായിരിക്കും. ആ നിത്യദുഃഖത്തിന് കാരണമായി നിദാനമായി ഭവിച്ച സംസാരബന്ധം നിരന്തരമായിട്ടുള്ള ഈശ്വരാരാധന മൂലം, നിരന്തരമായിട്ടുള്ള ഈശ്വരാരാധന, എപ്പോഴും ഈ അവയർനെസ് ഇൻകൾക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. മറന്നുപോയാൽ കുഴപ്പമില്ല, ഓർക്കുമ്പോൾ ചെയ്തു പോയാൽ മറക്കുന്നത് കുറഞ്ഞു വരും. അങ്ങനെ നിരന്തരമായിട്ടുള്ള ഈശ്വരാരാധന മൂലം കാലവിളംബമെന്നിയേ, പെട്ടെന്ന് ദേവിക്കുള്ള ഒരു പേര് ലളിതാ സഹസ്രനാമത്തിൽ സദ്യപ്രസാദിനി എന്നാണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രസാദിക്കുന്നവൾ. കാലവിളംബമെന്നിയേ നശിച്ചുകൊള്ളും, ഇല്ലാതെയായിക്കൊള്ളും.